ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഐ എം സൂസൻ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായി മീൻ പൊള്ളിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കണേ. ഇന്ന് നല്ല വലിയ കിളിമീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ല രുചികരമായി പൊള്ളിച്ചെടുക്കാമെന്ന് കരുതി മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ മീനിലേക്ക് കുറച്ച് മസാല തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കണം. ചെറിയ കഷ്ണം ഇഞ്ചി, 5 ചെറിയുള്ളി അല്ലെങ്കിൽ 1/2 സവാള, 7-8 വെളുത്തുള്ളി അല്ലി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. പരന്ന പ്ലേറ്റിലേക്ക് പൊടികളെല്ലാം ഒന്ന് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കാം. ഏത് മീൻ വെച്ചും മീൻ പൊള്ളിച്ചെടുക്കാവുന്നതാണ്. കരിമീനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാലും അയലയോ മത്തിയോ കിളിമീനോ പാംഫ്ലെറ്റോ ഒക്കെ ഉപയോഗിച്ച് രുചികരമായ രീതിയിൽ മീൻ പൊള്ളിച്ചെടുക്കാവുന്നതാണ്. ഈ മസാല മീനിലേക്ക് ഇനി നന്നായി എല്ലായിടത്തും പിടിപ്പിക്കാം. അകത്തും പുറത്തും ഒക്കെ നന്നായി പിടിപ്പിക്കണം. അതുപോലെ ബാക്കിയുള്ള മീനിലും മസാല നന്നായി പുരട്ടിയ ശേഷം ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും മസാല ഇങ്ങനെ പുരട്ടി മാറ്റി വെക്കുമ്പോഴാണ് മസാലയൊക്കെ മീനിലേക്കൊന്ന് നന്നായി ഇറങ്ങി വരുന്നത്. ഇതടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഈ സമയത്ത് പൊള്ളിക്കുമ്പോൾ ചേർക്കേണ്ട മസാലയ്ക്ക് വേണ്ടിയ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് ചെറിയുള്ളി ഇല്ല എങ്കിൽ ഒരു 2-3 സവാള എടുത്താൽ മതി. ചെറിയുള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത്. 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 1 ടൊമാറ്റോ, 4 പച്ചമുളക്, ഇതെല്ലാം വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുക്കാം. മീൻ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് മീൻ വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1-2 കറിവേപ്പില തണ്ടും വെച്ച് അതിന് മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. കറിവേപ്പിലയുടെ ആ മണമൊക്കെ ആ മീനിലേക്കൊന്ന് ഇറങ്ങി വരട്ടെ. ഓരോ വശവും ഒരു 3 മിനിറ്റ് നേരം വറുത്താൽ മതി. 3 മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് വറക്കാം. വലിയ മീനായതിനാൽ ഞാൻ ഓരോ മീനായിട്ടാണ് വറക്കുന്നത്. ഇതായിട്ടുണ്ട്, എടുത്തു മാറ്റാം. അടുത്ത മീനും ഇതുപോലെ തന്നെ ഓരോ വശവും 3 മിനിറ്റ് വീതം വറുത്തെടുക്കാം. മീൻ തിരിച്ചിട്ട് കൊടുക്കുമ്പം അത് ഇളകാതെയും പൊടിയാതെയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചിടണം. 2 മീനും വറുത്തെടുത്തിട്ടുണ്ട്. ഇതെവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് മസാല വഴറ്റിയെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്കായി ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കീറിയതും ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർക്കാം. ടൊമാറ്റോ നന്നായി വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മസാലയും കൂടെ ചേർത്ത് ഇളക്കി വഴറ്റാം. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. മസാലയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നിടം വരെ ഒരു 3-4 മിനിറ്റ് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗറൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇല വാട്ടിയെടുത്തതാണ്. വാട്ടുന്ന കാരണം ഇല കീറാതെ ഇരിക്കും. ഇതിൻ്റെ നടുവിലേക്ക് വഴറ്റിയെടുത്ത മസാല 1 സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ മുകളിലേക്ക് വറുത്തെടുത്ത മീൻ വെച്ച് കൊടുക്കാം. മീനിൻ്റെ മുകളിലോട്ടും 2 സ്പൂൺ മസാല തേച്ച് നന്നായി സ്പ്രെഡ് ചെയ്യാം. മുകളിലേക്ക് ഓരോ സ്ലൈസ് ടൊമാറ്റോയും സവാളയും മുളകും കറിവേപ്പിലയും ഒക്കെ വെച്ച് കൊടുക്കാം. കാണാനൊരു നല്ല ഭംഗിയാവും. ഇതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കണം.
ഈ ഇലയുടെ സൈസ് അല്പം ചെറുതായിപ്പോയി. നിങ്ങൾ വലിയ മീനാണ് എടുക്കുന്നതെങ്കിൽ ഒരു വലിയ ഇല തന്നെ എടുത്തോളൂ. ഇത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടി വാഴനാർ ഉപയോഗിച്ച് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. മീൻ പൊതി റെഡിയാണ്. അടുത്ത മീനും കൂടെ ഇതുപോലെ തന്നെ വാഴ ഇലയിൽ പൊതിഞ്ഞെടുക്കാം. രണ്ട് മീനും മസാലയൊക്കെ തേച്ച് വാഴയിലേക്ക് പൊതിഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് പൊള്ളിച്ചെടുക്കാം. ഒരു തവ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയൊന്നൊഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് മീനിൻ്റെ പൊതികൾ വെച്ച് കൊടുക്കാം. ചെറു തീയിൽ വെച്ച് വേണം പൊള്ളിച്ചെടുക്കാൻ. ഓരോ വശവും ഏകദേശം ഒരു 7-8 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് തന്നെ പൊള്ളിച്ചെടുക്കാം. രണ്ട് വശവും 7-8 മിനിറ്റ് വീതം പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. മസാലയൊക്കെ നല്ല പൊതിഞ്ഞിരിക്കുന്നു. വളരെ രുചികരമായ മീൻ പൊള്ളിച്ചത് റെഡിയാണ്. ഇത് കൂട്ടി ചപ്പാത്തിയോ ചോറോ പൊറോട്ടയോ ഒക്കെ കഴിക്കാവുന്നതാണ്. റെസ്റ്റോറൻറ്റിലൊന്നും പോയി മീൻ പൊള്ളിച്ചത് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നല്ല രുചികരമായി തയ്യാറാക്കാം. ഒന്ന് ഇളക്കി നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ മീൻ പൊള്ളിച്ചത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ ചെയ്ത് നോക്കണം. ഉടൻ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഓർക്കണേ. താങ്ക് യു.